നമസ്തേ സന്തോഷ് ജി. നമസ്തേ നമസ്തേ. സന്തോഷ് ജി, നമ്മള് പ്രണവവേദിയിലൂടെ സഞ്ചരിക്കുകയാണല്ലോ. ആ നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളില് ആ ഉത്സവ കാര്യങ്ങൾക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് ആനയാണ്. ആന ഉപയോഗിച്ചാണ് ഉത്സവങ്ങൾ ഗംഭീരാക്കുന്നത്. അതെ 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 അത് ഇന്നും ഇന്നലെ അല്ല, കാലാകാലങ്ങളായി അങ്ങനെ തന്നെയാണ്. അതെ. ഈ അടുത്ത കാലത്ത് ആന ഉപയോഗിക്കുന്നതിന് നിയമപരമായ ഒത്തിരി തടസ്സങ്ങളും ഒത്തിരി ക്രമീകരണങ്ങളും ശ്രദ്ധയും എല്ലാം വന്നിട്ടുണ്ട്. കോടതിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ആയിട്ട്, അധികാരികളുടെ ഭാഗത്തുനിന്നും ഒക്കെ ആയിട്ട്. ഉം, അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് ഈ ആനയെ കൊണ്ടു നടന്നുകൊണ്ടിരുന്ന ആളുകള്, ആനപ്പാപ്പന്മാര്, ഉം, ഭയമുള്ളവരും അല്ലാത്തവരും ഒക്കെ ആണെങ്കിലും പല വിഭാഗത്തിൽപ്പെട്ട പല രീതി ആനയുടെ പാപ്പന്മാര് വന്ന് തീറ്റ കൊണ്ടുപോകുന്നവരെ, വക്ക കിട്ടുന്നവരെ, അങ്ങനെ പല വിഭാഗക്കാരുണ്ടായിരുന്നു. അതെ 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 അതെ. ഇവരൊക്കെ മിക്കവാറും സാമാന്യേന നല്ല ശതമാനം ആളുകളും നല്ലപോലെ മദ്യം കഴിക്കുന്നവരും അതേപോലെ തന്നെ മറ്റ് ലഹരി ഉപയോഗിക്കുന്നവരും ബീഡി വലിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരും ഒക്കെ ആയിരുന്നു. ഉം, ആനയെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുകയും ആവശ്യം ഉണ്ടായിട്ട് ഉപദ്രവിക്കുകയും ആനയെ നിയന്ത്രണ വിധേയമല്ലാതെ കൊണ്ടുപോകുന്ന കാര്യങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ ഇടക്കാലങ്ങളിലായിട്ട്. അതെ. ഉം, പക്ഷെ ഇപ്പോ അതിനൊക്കെ വിപരീതമായിട്ട് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഉം, ഈ ആനയെ കൊണ്ടുപോകുന്ന വളരെ ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും അതിന്റെ സർവ്വപരിചരണങ്ങളും നടത്തിക്കൊണ്ടും ഒരു കളിക്കൂട്ടുകാരനെ പോലെ കളിക്കൂട്ടുകാരിയെ പോലെ കൂടെ കൊണ്ടു നടക്കുക. വളരെ പരിചരണം. അതെ 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 തീർച്ചയായിട്ടും. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് നല്ലൊരു ശതമാനം 90% ആനപ്പാപ്പാന്മാരും. അതെ അതെ. പഴയ പോലെ സിഗരറ്റ് വലിക്കുകയോ വീടി വലിക്കുകയോ അല്ലെങ്കിൽ മദ്യത്തിന് അടിമയായിട്ട് നിൽക്കുകയോ, അത് ഡ്രസ്സിൽ പോലും വളരെ നല്ല വേഷത്തോടു കൂടി ഒരു ഉത്സവ പ്രതീതിയിലാണ് ആന ഏത് സമയത്ത് കൊണ്ടു നടക്കാറുള്ളത്. പഴയ പോലെ തന്നെ ആന ഇപ്പോ തടി പിടിക്കുന്ന മറ്റ് ജോലികളൊന്നും ആനയ്ക്കില്ലതാനും. ഉം, ഉം, അതിനെ നനയ്ക്കാനും അതിന് തീറ്റ കൊടുക്കാനും അതിന് ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് കൊടുക്കാനും ഒക്കെ വളരെ ശ്രദ്ധിക്കാറുമുണ്ട്. ഉവ്വ. പക്ഷെ ഈ അടുത്ത കുറച്ച് നാളുകളായിട്ട് ഉം, നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഉം, ക്ഷേത്രങ്ങളിൽ ആന ഉപയോഗിച്ചുള്ള എഴുന്നള്ളത്ത് നടത്തുന്ന സമയത്ത് ഇപ്പൊ ഈയിടെയായിട്ട് സ്ഥിരമായി കണ്ടുവരുന്നു ആന ഇടയുന്നു, അതുമൂലം അപകടം ഉണ്ടാകുന്നു, മനുഷ്യന്റെ ഹാനി തന്നെ പോകുന്ന തരത്തിലുള്ള അപകടങ്ങൾ നിരന്തരമായി ഈ അടുത്ത ആളുകൾ ഉണ്ടാകുന്നു. ഇപ്പൊ അത് കൂടുതലാണ്. അപ്പൊ എന്താണ് ആ ക്ഷേത്രത്തിൽ ആന ഉപയോഗിച്ച് ഉത്സവാദികൾ നടത്തുന്നതിന്റെ കാരണം എന്താണ്? അതേപോലെ ഇപ്പോ പണ്ടത്തെക്കാൾ ഉപരി ശ്രദ്ധ ഉണ്ടായിട്ടും ഇപ്പോ എന്താണ് ആന ഇത്തരത്തിൽ ഇടയാനും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്നും അങ്ങേക്ക് എന്തായാലും ഇക്കാര്യത്തില് വളരെ കൃത്യമായ ഒരു ആൻസർ തരാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ഇപ്പോഴത്തെ വളരെ ആകുലതയുണ്ട് ഇവിടുത്തെ വിശ്വാസികൾക്ക്. അതെ തീർച്ചയായിട്ടും. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എല്ലാവർക്കും ഭയമുണ്ട്, ആന എപ്പോഴാണ് ഇടയുന്നത്, പണ്ടങ്ങനെ ആനയെ കാണുമ്പോൾ സന്തോഷവും അതിനോട് ചേർത്താൻ തൊടാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥയാണ്. ഇപ്പൊ അങ്ങനെ ഭീതിയോട് കൂടിയാണ് ജനം ഇന്ന് കാണുന്നതെന്ന് തോന്നുന്നു. അല്ലാത്തൊരു വിഭാഗം ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും ഒരു ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശവും എന്താണ് ആന ഉപയോഗിക്കുന്നത്, ആന എന്താണെന്ന് ഒന്ന് വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞു തന്ന ഉപകാരമായി. എല്ലാവരും ഇപ്പൊ ചോദിക്കുന്നത്, എല്ലാവരും ഇപ്പോ പലരും ആവശ്യപ്പെടുന്നതും ആനയെ ക്ഷേത്രങ്ങളിൽ നിന്നും ദേവാലയങ്ങളിൽ നിന്നും ഒഴിവാക്കണം, ആനയെ ഒഴിവാക്കിയേ പറ്റൂ, കരിയും രണ്ട് കരിയും ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ട്. എന്തിനാണ് ആനയെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് എന്തിനാണ് ആനയെ കൊണ്ടുവരുന്നത്, നമ്മുടെ ഈ നാട്ടിലേക്ക് എന്തിനാണ് ആനയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്, ഒക്കെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ആളുകൾക്ക്. അതായത് ആന എന്നൊക്കെ പറയുന്നത് ആനന്ദനത്തെ ജനിപ്പിക്കുന്നതിൽ വമ്പന്മാരായിട്ടുള്ള കൊമ്പന്മാരാണ്. നമുക്ക് ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വമ്പന്മാരാണ്, കൊമ്പുള്ള വമ്പന്മാരാണ് ആനകൾ, അല്ലെങ്കിൽ നന്ദി, കാള എന്ന് പറയുന്നത്. ഇതിനാണ് ആന എന്ന് പറയുന്നത്. ആന എന്ന് പറഞ്ഞാൽ കാളയാണ്, ആന എന്ന് പറഞ്ഞാൽ ഗജമാണ്. ഈ കൊമ്പന്മാരുടെ വമ്പത്തരം തന്നെയാണ് പലപ്പോഴും ആനമടിയന്മാരെ പോലും ഉത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് ഉത്സവങ്ങളെ ശരിക്കും ഓരോ ദേശങ്ങളിലും കൊടിയേറ്റുന്നത്, ഉത്സവങ്ങളെ കൊടിയിരുത്തുന്നത്. ആനയില്ലെങ്കിൽ ചിലപ്പോൾ ആ ഉത്സവത്തിന്റെ നിറം കെട്ടുപോകും.
64 കലകളുണ്ടെങ്കിലും എത്ര കണ്ട വാദ്യങ്ങളുണ്ടെങ്കിലും ചിലപ്പോ ആ ഉത്സവം പൂർണ്ണാർത്ഥത്തിൽ അത് ഒരു ഉത്സാഹത്തിലേക്ക് എത്തില്ല. ഉത്സാഹമാണ് ജീവിതം. ആ ഉത്സാഹത്തിലേക്ക് ഹേമന്തകാലത്തെ ക്ഷീണത്തിൽ നിന്നും മരണകാരണമായ, അതായത് മഴക്കാല ജന്യരോഗങ്ങളാൽ ഉണ്ടാകുന്ന ശരത്കാല ദുഃഖങ്ങളിൽ നിന്നും അതിൽ നിന്നും ജനിക്കുന്ന ഹേമന്തകാലത്തിൽ നിന്നും ജനങ്ങളെ ഉത്സാഹിപ്പിച്ച് ഉത്സാഹമാകുന്ന ജീവിതത്തിലേക്ക് കുടിയിരുത്തി ശൈത്യത്തെ താണ്ടുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രോത്സവങ്ങൾ. അപ്പൊ ഈ ക്ഷേത്രോത്സവങ്ങളിൽ പൂർണ്ണമായിട്ടും അതിന്റെ ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. അങ്ങനെയുള്ളിടത്ത് പലയിടത്തും ആ ദുഃഖ നിവൃത്തിയുടെ ഭാഗമായിട്ട് പരിഹാരാർത്ഥം ചെയ്യുന്നതാണ് ഉത്സവ ചടങ്ങുകൾ. അപ്പോൾ എപ്പോഴും മഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആനകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോ ജീവനെ തന്നെ ഹരിക്കുന്ന മരണത്തിന്റെ നിറമായിരിക്കുന്ന ഈ കരിയുടെ പുറത്താണ് ജീവന്റെ തിടമ്പേറ്റുന്നത്. അതിന്റെ പിന്നിലത്തെ സയൻസ് ഇതാണ്. ഉത്സാഹത്തെ ജനിപ്പിക്കുക. ഇപ്പൊ എത്ര വാദ്യങ്ങളുണ്ടെങ്കിലും പാരായണങ്ങളുണ്ടെങ്കിലും ഏത് കലകളുണ്ടെങ്കിലും ഉത്സാഹിക്കാത്തവനും ആനയെ കണ്ടാൽ കണ്ടു ചുവട് ആനയോടൊപ്പം ചെല്ലും. ആന പടികടന്ന് ചെന്ന് ആനന്ദിപ്പിക്കുമ്പോഴാണ് പലർക്കും ഉത്സാഹം ജനിച്ച് ഉത്സവ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. പടി കടന്നു ചെന്ന് ആനന്ദിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ആനകൾ. മരണകാരണമായിരിക്കുന്ന മരണത്തിന്റെ നിറമുള്ള ഏറ്റവും വലിയ മൃഗമാണ്, ഏറ്റവും വലിയ ജീവിയാണ്. അപ്പോ ആ ജീവിയെ ദേവതുല്യമായിട്ടാണ് ജനങ്ങൾ ആരാധിക്കുന്നത്. അവിടെ ഭക്തിയാണ്, വലിയൊരു ഭക്തി ആനയുടെ മേലുണ്ട്. പക്ഷെ ഇപ്പോൾ അപകടം സദാസമയവും ജനിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ പൂരപ്പറമ്പിലും ആനകൾ. പൂരപ്പറമ്പിൽ മാത്രമല്ല, അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം ആനകളിടയും. ഇതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. ഏറ്റവും വലിയ ശ്വസന ശീലമുള്ള ജീവിയാണ് ആന. കുളിച്ച് കുറിയിട്ട് ശുഭ്ര വസ്ത്രം ധരിച്ച്, അതായത് ശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ആനയുടെ കൊമ്പിൽ പിടിക്കാൻ. വേർത്തൊലിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കരുത് ആനയുടെ കൊമ്പിൽ പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നാം പാപ്പാൻ. വേർക്കാൻ പറഞ്ഞിട്ടില്ല. വേർപ്പിന്റെയോ മദ്യത്തിന്റെയോ മാംസത്തിന്റെയോ ദുർഗന്ധങ്ങളില്ലാത്ത ആനയോടൊപ്പം വെജ് കഴിക്കുന്ന പരസ്പരം വിശ്വാസം ആ ഭക്ഷണത്തിലാണ്. മനുഷ്യന് പരസ്പരം വിശ്വാസമില്ലാത്തതിന്റെ കാരണം പരസ്പരം പൊരുത്തമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നവരാണ് മനുഷ്യര്. മിശ്രഭുക്കാണ് മനുഷ്യൻ. മിശ്രഭുക്ക് ആയതുകൊണ്ട് തന്നെ പരസ്പരം വിശ്വാസം ഉണ്ടാവില്ല. ആനയുടെ കൂടെ നടക്കുന്ന പാപ്പാനുമാരായിരിക്കണം, വെജായിരിക്കണം. എന്നാലാണ് ആന തുമ്പിക്കൈ എടുക്കുമ്പോൾ ഇതെന്നെ ഉപദ്രവിക്കാനല്ല എന്ന് പാപ്പാനും ധരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആനയെ വിശ്വസിക്കാൻ ആനപ്പാപ്പാനും പറ്റില്ല, ആനപ്പാപ്പാനെ വിശ്വസിക്കാൻ ആനയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ആഹാരവും നിഹാരവും ആനയെ പോലെ തന്നെയായിരിക്കണം. ആനയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കണം പാപ്പാൻ ശുദ്ധനായിരിക്കണം. പനമ്പട്ട വെട്ടുന്ന മൂന്നാം പാപ്പാൻ ഒരുപക്ഷെ പുറംകാല് വഴി കയറാനേ വിധിയുണ്ടാവുള്ളൂ. കാരണം പുറകിലെത്താനേ, വാലിന്റെ അടുക്ക് നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും വലിയ ശ്വസനശീലമുള്ള ജീവിയാണ് ആന. അപ്പൊ ആനപ്പുറത്ത് കയറണമെങ്കിലുള്ള വ്രതത്തെ കുറിച്ച് അങ്ങേക്ക് അറിയാലോ. ആനയ്ക്ക് മാത്രമാണല്ലോ ചട്ടങ്ങളുള്ളത്. അതെ, ആ ആനയുടെ ചട്ടങ്ങളെ അറിഞ്ഞ് വിധിയാവണ്ണം വ്രതമെടുത്ത് വേണം. ഏറ്റവും ചുരുങ്ങിയത് 7 ദിവസം. അത് ഫുൾ ടൈം വ്രതശുദ്ധി ഇല്ലാതെ ജീവിക്കുന്ന ആളാണെങ്കിൽ ആനപ്പുറത്ത് കയറണമെങ്കിൽ 41 ദിവസത്തെ വ്രതം വേണം. വെജ് മാത്രം കഴിച്ചുകൊണ്ട് വ്രതശുദ്ധിയോടുകൂടി വേണം ആനപ്പുറത്ത് കയറാൻ. ഒരു കാവിൽ കയറുന്നതിലും ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ കയറുന്നതിലും ശുദ്ധി ഉണ്ടായിരിക്കണം ആനയുടെ മുകളിൽ കയറാനായിട്ട്. അത്രയും പരിശുദ്ധമായിരിക്കുന്ന ശരീരത്തോടു കൂടിയിട്ട് മനസ്സ്, ആത്മാവ്, ശരീരം എന്നിവയുടെ ശുദ്ധിയാണ് ഈ ആനയുടെ പുറത്ത് കയറുന്നവരും എടുക്കേണ്ടത്. ഇതിന് നല്ല വ്രതം തന്നെ ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ അത്രമാത്രം ശുദ്ധിയുള്ള ഒരു ജീവനാണ്, ഏറ്റവും ശ്വസനശീലമുള്ള ജീവിയാണ്. അപ്പോ ഇല്ലെങ്കിൽ ഈ വ്രതശുദ്ധിയോട് കൂടിയിട്ടല്ല ഈ ജീവിയെ നമ്മൾ സമീപിക്കുന്നതെങ്കിൽ ഫുൾ വെജാണ്. അങ്ങനെയുള്ള ഒരു ജീവിയുടെ അടുത്ത് ഏറ്റവും കൂർമ്മബുദ്ധിയാണ്, ഏറ്റവും വലിയ ബ്രെയിനുള്ള ജീവിയാണ്. അങ്ങനെയുള്ള ജീവിയുടെ അടുത്ത് വ്രതശുദ്ധി ഇല്ലാതെ ശുദ്ധമല്ലാതെയാണ് അവിടെ കയറുന്നതെങ്കിൽ ആന നിലത്ത് വെക്കാതെ കൊണ്ട് നടക്കും. അപ്പൊ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവം
ശാന്തവും ഗംഭീരമായിട്ട് നടക്കണമെങ്കിൽ, ആനന്ദത്തെ ജനിപ്പിക്കണമെങ്കിൽ ആനയുടെ പുറത്ത് കയറുന്ന ആളുടെ ശുദ്ധിയും വൃത്തിയുമാണ് ഏറ്റവും പരമപ്രധാനം. ആനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ആനയുടെ മുമ്പിൽ തീവെട്ടി പിടിക്കുന്ന ആള് തൊട്ട് തുടങ്ങും. തീവെട്ടി പിടിക്കുന്നതിന് രീതിയുണ്ട്. ആനയ്ക്ക് ഇറിറ്റേഷൻ ഇല്ലാതെ അഗ്നിയെ കാണിച്ച് കാണിച്ച് വേണം പോകാൻ. തീയെയാണ് ഭയമുള്ളത് ആനയ്ക്ക്. അത് ആനയെ ഭയപ്പെടുത്തുന്ന രീതിയിലുമാകാൻ പാടില്ല, ആനയെ നയിക്കുന്ന രീതിയിലാവണം. അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. തീവെട്ടിയുടെ അളവും കാര്യങ്ങളും ഹൈറ്റും എല്ലാം ഉണ്ട്. എല്ലാ ആനയ്ക്കും ഒരുപോലെയല്ല. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ആനപ്പാപ്പാന്മാര്, ആനയെ പരിചരിക്കുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവര് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് വേണം ആനയെ പരിചരിക്കാൻ. പള്ളിയിലായാലും അമ്പലത്തിലായാലും ആനയെ നോക്കുവാനായിട്ട്, ശുശ്രൂഷിക്കുവാനായിട്ട് എപ്പോഴും നിരീക്ഷണത്തിലായിരിക്കണം. ആന ശരിക്കും ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ നിൽക്കണം. കാരണം ക്ഷേത്രങ്ങളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും ആനകളെ തുരത്തി ഓടിക്കുവാൻ ഭയങ്കരം ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് ഇതിന്റെ പിന്നാമ്പുറത്ത്. ആന ഇടയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ആളുകൾ ഇവിടെയുണ്ട്. കാരണം ആന ഇടഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ കാണുമ്പോൾ അതിന്റെ മ്യൂസിക് ശ്രദ്ധിച്ചാൽ അങ്ങക്ക് അത് മനസ്സിലാകും. ആന ഇടയുന്നത് ആഘോഷമാക്കി അത് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഇവിടെ കാണുന്നുണ്ട്. അപ്പോ ആന ഇടയണമെന്ന് ആഗ്രഹിച്ചു അവിടെ എത്തുന്ന, ക്യാമറയുമായിട്ട് എത്തുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ ആനയെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആനയുടെ അടുത്തേക്ക് ആരും വരാതെ, പ്രത്യേകിച്ച് ശുദ്ധിയും വൃത്തിയും ഇല്ലാത്ത, ആനയ്ക്ക് ശ്വസനത്തിന് തടസ്സമുണ്ടാക്കുന്ന, ആനയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവര് ആനയുടെ അടുത്തേക്ക് വരാതെ ശ്രദ്ധിക്കണം. ഗജശ്രേഷ്ഠന്മാരായിട്ടുള്ള ആനകളെയാണ് ഈ ഉത്സവ വേദികളിലേക്ക്, ഉത്സവ ഇടങ്ങളിലേക്ക് ഉത്സാഹത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ആനയ്ക്ക് ലക്ഷണമുണ്ട്, ഗജരാജ ലക്ഷണമുണ്ട്, ഗജശ്രേഷ്ഠന്മാരുടെ ലക്ഷണമുണ്ട്. അത്തരം ലക്ഷണമില്ലാത്ത, ലക്ഷണം കെട്ട ആനകളെ ഉപയോഗിക്കുന്നത് അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തും. വ്യക്തമായിട്ട് വേദം ഉണ്ട്, വേദപ്രമാണമുണ്ട് എങ്ങനെയുള്ള ആനകളെയാണ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കേണ്ടത്, ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ നാട്ടില് നിർത്തേണ്ടത് എത്തരം ആനകളെയാണ്, അല്ലാത്ത ആനകളെ എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. ഈനയ്ക്ക് വളർത്തേണ്ട ആനകളുണ്ട്, ഇടംപേറ്റേണ്ട ആനകൾക്ക് ലക്ഷണമുണ്ട്. അപ്പൊ ആ ലക്ഷണങ്ങളില്ലാത്ത അലക്ഷണമായിട്ടുള്ള ആനകളെ ഒരു കാരണവശാലും ക്ഷേത്രങ്ങളിൽ കൊണ്ടുവരുന്നത് ഉത്സാഹത്തെ ജനിപ്പിക്കാനല്ല, ഉത്സാഹത്തെ തച്ച് തകർക്കാനേ ഉപകരിക്കും. അപ്പൊ ഈ ലക്ഷണങ്ങൾ അറിയാതെ നമ്മളുടെ ക്ഷേത്രാധികാരികളോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ ഒന്നും ആന പരിപാലനം ചെയ്താലോ, ആനയെ കൊണ്ടു നടന്നാലോ, വിലക്കിയാലോ, കോടതിയും ഇത് പഠിക്കണം. ഈ ആനയുടെ ലക്ഷണം എന്താണ്, വേദം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഈ കോടതിയും പഠിക്കണം, ദേവസ്വം ബോർഡിലെ ആളുകളും പഠിക്കണം, ഭക്തജനങ്ങളും പഠിക്കണം, കമ്മറ്റിക്കാരും പഠിക്കണം. ക്ഷേത്ര ഭരണകർത്താക്കൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരാദ്യം പഠിക്കണം ഈ ആനയുടെ ലക്ഷണവും എങ്ങനെയുള്ള ആനകളെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടതെന്ന്. അല്ലെങ്കിൽ വൻ ദുരന്തമായിരിക്കും സംഭവിക്കുക. നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ക്ഷേത്രത്തിലെ മേൽശാന്തിയോ അല്ല തന്ത്രിയോ അതേപോലെയുള്ള ഒരാളാണ് ഈ ചൈതന്യവുമായിട്ട് തിടമ്പേറ്റി ആനയുടെ മുകളിലേക്ക് കയറുന്നത്. ഈ മുകളിലേക്ക് ആന കയറുന്നതിന് മുമ്പ് വളരെ ശുദ്ധിയോടുകൂടി അതിനെ തൊട്ട് തലയിൽ വെച്ചിട്ടാണ് ഈ മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രി ഇതുപോലുള്ള ആളുകൾ ആനപ്പുറത്ത് കയറുന്നത്. അപ്പൊ അത്രമാത്രം അതിനെ ബഹുമാനിക്കുകയും അത്രമാത്രം അതിനെ ആദരവ് കൊടുക്കുകയും പൂജിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാവുന്നത് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ ആനയുടെ പുറത്ത് ഏറുന്ന ആള് ആനയ്ക്ക് ആ കൈ കൊണ്ട് ഭക്ഷണം കൊടുക്കാതെ ആനപ്പുറത്ത് കയറാൻ നിൽക്കരുത്. ഒന്നാമത്തെ കാര്യം. ആനയുടെ തിടമ്പേറ്റുന്ന ആള് അല്ലെങ്കിൽ ആനയുടെ പുറത്ത് ഏറുന്ന ആള് ആനയ്ക്ക് ഭക്ഷണം കൊടുത്ത് അതിനെ തൊട്ട് തൊഴുതിട്ടേ കയറാവും. പട്ടിണിക്ക് നിൽക്കുന്ന ആനയുടെ മുകളിൽ കയറാൻ പറഞ്ഞിട്ടില്ല. അത് കഴിച്ചോ, അത് കുടിച്ചോ, അത് കുളിച്ചോ എന്നറിഞ്ഞതിന് ശേഷമാണ് കയറേണ്ടത്. അത് ശരി. അപ്പൊ ഭക്ഷണം കൊടുക്കാതെ ഓടിച്ചെന്ന് ആനപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ അതത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല. അതെ. അപ്പൊ പ്രസാദിപ്പിച്ചിട്ട് വേണം കയറാൻ. അപ്പൊ ഗണപതിക്ക് വെച്ചെന്ന പോലെ തന്നെ പ്രസാദിപ്പിച്ചിട്ട് വേണം. തീർച്ചയായിട്ടും ഗണപതിക്ക് കൊടുത്തിട്ട് വേണം. ഏറ്റവും വലിയ ജീവിയുടെ ജീവനെ തന്നെ ഹനിക്കുവാൻ ശേഷിയുള്ള ആ മരണത്തിന്റെ നിറമുള്ള കറുത്ത ഏറ്റവും
ശ്രേഷ്ഠനായിട്ടുള്ള ജീവിയുടെ മുകളിൽ കയറാൻ. ഏറ്റവും ബുദ്ധിയുള്ള ജീവിയും കൂടിയാണ്. ഏറ്റവും വലിയ ശ്രവണശക്തിയുള്ള ജീവിയാണ്. ഏറ്റവും ശ്വസനശീലമുള്ള ജീവിയാണ്. സ്വന്തം ആകാരത്തെ മറയ്ക്കുന്ന ശ്രവണശക്തിയുള്ള ശ്രവണ ഗുണമുള്ള ജീവിയാണ്. ഏറ്റവും വലിയ ചെവി കൊണ്ട് ആകാരത്തെ മറയ്ക്കുന്ന അത്രയും ശ്രവണ ശക്തിയുള്ള ജീവിയാണ് ആന. ശ്വസന ശക്തിയുള്ള ജീവിയാണ് ആന. ശുദ്ധമായിട്ടുള്ള ജീവിയാണ് ആന. ഫുൾ വെജാണ് ആന. ഇപ്പൊ ചെറിയൊരു മദ്യത്തിന്റെ സ്മെല്ലോ അല്ലെങ്കിൽ ഒരു വേർപ്പിന്റെ ഗന്ധമോ ഒന്നും ആനയ്ക്ക്. വേറൊരു ചെറിയ കാര്യങ്ങളുണ്ടല്ലോ സന്തോഷി, ഇത്രയും ശാന്തനായിട്ടുള്ള ഒരു ജീവി വേറെ ഉണ്ടോ? ഇല്ല. ആനയൂട്ട് നടത്തിയിട്ടല്ലാതെ ആനപ്പുറത്ത് കയറരുത്. ദൈവത്തെ ഓർത്ത് പറയാണ്. ആനയ്ക്ക് ഭക്ഷണം കൊടുത്ത് ആനയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ആ ഗണനായകനായ ഗണപതിയെ നമസ്കരിച്ചുകൊണ്ട് ആനയൂട്ട് നടത്താതെ ആരും ആനപ്പുറത്തേറുണ്ട്. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്തിട്ട് അവന്റെ മുകളിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ആന എങ്ങോട്ടും അനങ്ങില്ല. മതപ്പാടുണ്ടായാൽ പോലും മതം പൊട്ടിയാലും അവൻ അവരെ സുരക്ഷിതമാക്കി നിലനിർത്തും. അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ആനയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവം നമുക്ക് ഇഷ്ടപ്പെട്ടതല്ല. ഓരോ ആനയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളുണ്ടാകും. അത് പാപ്പാമാരോട് ചോദിച്ച് മനസ്സിലാക്കി ആ വിഭവം അവന് അവിടെ വിളമ്പി ആ കൈ കൊണ്ട് കൊടുക്കാതെ ആനയുടെ പുറത്ത് ആരും കയറാൻ പാടില്ല. അവിടെയാണ് ആനയ്ക്ക് നമ്മളിൽ ഭക്തി ഉണ്ടാകുന്നത്. ആനയോടും നമുക്ക് ആ ഭയം മാറുന്നത് അവിടെയാണ്. പിന്നെ ലക്ഷണമില്ലാത്ത ആനകളെ, ഗജശ്രേഷ്ഠന്മാരല്ലാത്ത ആനകളുടെ പുറത്ത് കയറാൻ പാടില്ല. അങ്ങനെയുള്ള ആനകളെ, ഉത്സവം നടക്കുന്ന ഇടങ്ങളിൽ അങ്ങനെയുള്ള ആനകളെ പ്രദേശത്ത് പോലും വിലങ്ങാനായിട്ട് അനുവദിക്കരുത്. പാപ്പാന്മാർക്ക് തിരിച്ചറിയാവോ? അങ്ങനെയുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അത് വേദം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗജശ്രേഷ്ഠന്മാരുടെ ലക്ഷണം. ഗജശ്രേഷ്ഠന്മാരല്ലാത്ത ആനകളെ ഉത്സവ ഇടങ്ങളിൽ വിലങ്ങിട്ട് പോലും വിലങ്ങുവാൻ അനുവദിക്കരുത് എന്നാണ്. അപ്പൊ എന്താണ് ഈ ആനയുടെ വിശേഷണങ്ങൾ എന്ന് ചോദിച്ചാൽ, വൈകല്യങ്ങളൊന്നുമില്ലാത്തതായിരിക്കണം ആന. ഒരു വൈകല്യവും ഇല്ലാത്തതായിരിക്കണം. നല്ല ഉയരമുള്ള ആനയെ മാത്രമേ എടുക്കാവുള്ളൂ. കുറുകിയ ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ പാടില്ല. നീണ്ട തുമ്പിക്കൈയുള്ളതും, കുറുകിയ തുമ്പിക്കൈ പറ്റില്ല. നീണ്ട ശ്വസനശീലമുള്ളതും, നീണ്ട് അല്പമുയർന്ന് ഒരുപോലെ രണ്ട് കൊമ്പുള്ളത്, അതിൽ വലത്തെ കൊമ്പ് അല്പം ഉയർന്നത്, അതാണ് ഏറ്റവും ലക്ഷണം. അല്പം മേലോട്ടുയർന്നത് വലത്തെ കൊമ്പ്. അത്യച്ഛമായിട്ടുള്ള ചിഹ്നം വിളിയുള്ളത്, വലിയ ചെവിയുള്ളത്. ചെറിയ ചെവിയുള്ളതിനെ എടുക്കാൻ പറഞ്ഞിട്ടില്ല. ചെറിയ ചെവിയുള്ളതിനെ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പറഞ്ഞത്. സൂക്ഷ്മമായ പുള്ളിക്കുത്തുള്ളതും ശൈത്യകാല മതപ്പാടുള്ളതും അങ്ങനെയുള്ള ആനകളാണ് ഗജശ്രേഷ്ഠന്മാര്. ഇത്തരത്തിലല്ലാത്ത ആനകളെ പിടിച്ച് ഇണക്കുകയോ ആഘോഷത്തിന് എത്തിക്കുകയോ ചെയ്യാൻ പാടില്ല. അതാണ്. ആനന്ദനത്തിനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത്തരം ആനകളെ, ഗജശ്രേഷ്ഠന്മാരുടെ ഈ പ്രത്യേകതകളുള്ള ലക്ഷണമൊത്ത ആനകളെ അല്ലാതെ ഉപയോഗിച്ചാൽ ആനന്ദമായിരിക്കില്ല, അപകടം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോ അപകടം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. വ്യക്തതയില്ലാത്ത, ശ്രദ്ധയില്ലാത്ത, ശാസ്ത്രീയത നഷ്ടപ്പെട്ടാൽ എല്ലാം അപകടമാണ്. കരിമരുന്നും അപകടമാണ്, ആനയും അപകടമാണ്. ശ്രദ്ധ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമാണ് ഈ കാര്യങ്ങളിൽ വേണ്ടത്. ശ്രദ്ധ നഷ്ടപ്പെട്ട കരിയും അപകടമാണ്, കരിമരുന്നും അപകടമാണ്. തീർച്ചയായിട്ടും. എല്ലാം പാകത്തിനേ പാടുള്ളൂ. ഇത്ര ആന വേണമെന്ന് ഒരിടത്തും നിബന്ധനയില്ല. ഒരു ചാർത്തിലും ഉണ്ടാവില്ല, ഒരു പടിത്തരത്തിലും ഇല്ല. ഗജശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞേക്കണേ. ഗജശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ് ഗജശ്രേഷ്ഠന്റെ പ്രത്യേകത എന്നാണ് നമ്മൾ ഓരോ കമ്മിറ്റിക്കാരും, ഓരോ ഭക്തജനങ്ങളും, ഓരോ ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞിരിക്കേണ്ടത്. കോടതിയും ഇത് അറിഞ്ഞിരിക്കണം. ഗജശ്രേഷ്ഠന്മാർ എന്ന് പറയുമ്പോൾ എന്താണ് ലക്ഷണം? ആ ലക്ഷണമാണ് ഞാൻ പറയുന്നത്. ഒരു വൈകല്യങ്ങളും ഇല്ലാത്തതായിരിക്കണം. മുറിവുണ്ടാകാൻ പാടില്ല. നല്ല ഉയരമുള്ളതായിരിക്കണം. കുറുകിയ ആനയെ എടുക്കാൻ പാടില്ല. നീണ്ട തുമ്പിക്കൈ, നീണ്ട ശ്വസനശീലം,
അതുപോലെ നീണ്ട് 2 കൊമ്പും ഒരുപോലെ മുന്നോട്ട് ഉയർന്നത്, അതിലൽപ്പം വലത്തെ കൊമ്പ് ഉയർന്നത്, അത്യുച്ചമായിട്ടുള്ള ചിഹ്നം വിളിയുള്ളത്, പുള്ളിക്കുത്തുള്ളത്, വലിയ ചെവിയുള്ളത്, മതപ്പാടുള്ളത്, ശീതകാല മതപ്പാടുള്ളത്, ഇത്തരത്തിലുള്ള ആനകളാണ്. മിനിമം ലക്ഷണങ്ങൾ ഇത്രയൊക്കെയാണ്. ഇത്രയെങ്കിലും ലക്ഷണങ്ങളില്ലാത്ത ആനകളെ, ആരോഗ്യമുള്ള ആനകളെയാണ് ശരിക്കും ക്ഷേത്രങ്ങളിൽ ഈ ആനന്ദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഉത്സാഹത്തെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഉത്സവത്തിന് വേണ്ടിയിട്ട്, ഉത്സാഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതല്ല നമ്മൾ ഈ ഗജശ്രേഷ്ഠന്മാരെ തെരഞ്ഞെടുക്കുന്നത് ഈ മാനദണ്ഡത്തിലല്ല എങ്കിൽ ഇത് അപകടത്തെ ക്ഷണിച്ചു വരുത്തും, ഉത്സാഹത്തെ കെടുത്തും. അപ്പൊ നമ്മള് ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, ക്ഷേത്രങ്ങളിൽ ആനയെ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു മാനദണ്ഡമാണ് എടുക്കേണ്ടത്. ആനപ്പുറത്തേറുന്ന ആള് മദ്യപിക്കുന്ന ആളാണോ അല്ലയോ, ശുദ്ധിയും വൃത്തിയുമായിട്ട് ജീവിക്കേണ്ട ആളാണോ, വെജ് മാത്രം കഴിക്കുന്നവനാണോ ആനപ്പുറത്ത് കയറുന്നത്, അതായത് നോണും വെജും കഴിക്കുന്നവനാണോ, ഇതെല്ലാം പ്രധാന ഘടകമാണ്. ഒരു ഉത്സവത്തിന്റെ വർണ്ണത്തെ കെടുത്തുവാൻ അത് കാരണമാകും. വ്രതശുദ്ധിയോട് കൂടിയിട്ട് മാത്രമേ ആനയുടെ ദേഹത്ത് തൊടാവൂ. അത് പാപ്പാന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ, 1-ാം പാപ്പാന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ആനയുടെ ദേഹത്തോ വാലെ പോലും തൊടാവുള്ളൂ. ആനപ്പാപ്പാൻ, 1-ാം പാപ്പാൻ ശുദ്ധിയുള്ള ആളായിരിക്കണം, വൃത്തിയുള്ള ആളായിരിക്കണം. കുളിച്ചിട്ട് കൊമ്പെ പിടിക്കാനാ പറഞ്ഞത്, കുളിച്ച് കുറിയിട്ട് കൊമ്പെ പിടിക്കാനാ പറഞ്ഞത്. അപ്പോ ശുഭ്രവസ്ത്രധാരിയായിരിക്കണം തീർച്ചയായിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആനയെ പൂരപ്പറമ്പിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആനയെ ദ്രോഹിക്കുന്ന പ്രവണതകളും സ്വാഭാവികമാണ്. ഇതെല്ലാം ഈ ക്ഷേത്ര നടത്തിപ്പുകാർക്ക് വളരെ ശ്രദ്ധയുണ്ടാവണം. ആനയെ പണ്ട് ഇരുട്ടത്ത് കൊണ്ട് കെട്ടുന്നത് പോലെ കൊണ്ട് കെട്ടാൻ പറ്റുന്ന ഒരു കാലത്തല്ല നമ്മൾ നിൽക്കുന്നത്. അല്ല, ആനയെ ശരിക്കും ക്യാമറയുടെ നിരീക്ഷണത്തിൽ വേണം നിർത്താൻ. ആനയെ എവിടെ തളച്ചാലും അവിടെ ക്യാമറ ഉണ്ടാവണം. അവിടെ തീർച്ചയായിട്ടും അതിന് സുരക്ഷ ഉണ്ടാവണം. ആ സുരക്ഷയുടെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വേണം ശരിക്കും ക്യാമറയുടെ നിരീക്ഷണത്തിൽ വേണം ആ ഗജരാജനെ അവിടെ എത്ര ദിവസമാണോ ആ പൂരത്തിനെത്തിയിരിക്കുന്നത് അത്രയും ദിവസം അവിടെ നിർത്താനായിട്ട്. മനുഷ്യത്വരഹിതമായ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിച്ചു. പിന്നെ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു അജണ്ടയാണ്. ഇതിനകത്ത് മതമോ ജാതിയോ ഒന്നും ഞാൻ കലർത്തുന്നില്ല. നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി അതെ ആണ് അതിന്റെ പ്രധാന കാരണം അല്ലേ ശാസ്ത്രം. അപ്പൊ അത് നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കണം. ആരും ആനയെ തൊഴാനോ അല്ലെങ്കിൽ ആനയുടെ അടിയിൽ കൂടി നൂഴുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആനയുടെ അടിവഴി കടക്കുന്ന ഒരു വഴിപാട് പണ്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. കൊച്ചുങ്ങളെയൊക്കെ എടുത്തോണ്ട് ആനയുടെ അടിയിൽ കൂടി ഒന്ന് ചെയ്യുന്നുണ്ട്. അതെ. അപ്പോ എപ്പോഴും കുട്ടികളുടെ ഭയം മാറാനാണെന്നും കൂടെ പറയുന്നുണ്ട്. അത് മറ്റുള്ള എല്ലാവരെയും ഭയപ്പെടുത്താനേ അത് ഉപകരിക്കുകയുള്ളൂ. ഇത്തരം അന്ധവിശ്വാസങ്ങളെ ആദ്യം നിർത്തുക, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആനയെ പരിപാലിക്കുക. ഓരോ ഗജശ്രേഷ്ഠനും ഓരോ ആനയ്ക്കും അവർ ഇഷ്ടമുള്ള ആഹാരത്തിന് പ്രത്യേകതയുണ്ടല്ലേ. പിന്നെ ആനയ്ക്ക് ഓരോ ആനയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുണ്ടാവും. ആ ഭക്ഷണം പാപ്പാനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഭക്ഷണത്തെ കൊടുത്ത് ആനയൂട്ട് നടത്താതെ ഒരാളും ആനയുടെ പുറത്ത് കയറാം. അങ്ങനെ ശ്രദ്ധിച്ചോണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ അപകടങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. തീർച്ചയായിട്ടും. അല്ലാതെ ഈ ശുദ്ധിയില്ലാതെ ഏത് ഭഗവാന്റെ തിടമ്പേറ്റി മുകളിൽ കയറിയിരുന്നാലും അത് ശരിക്കും സുരക്ഷിതമല്ല എന്ന് തന്നെ അറിയണം. അപ്പൊ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് ആനയെന്നും കൂടി നമ്മൾ ആദ്യം അറിയണം. എന്നിട്ട് വേണം അതിന്റെ എന്താ പറഞ്ഞേ, ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് ഈ ആനയെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ആനന്ദനത്തിന് വേണ്ടിയിട്ട് ഈ ആനയെ ഉപയോഗിക്കാനായിട്ട്. ഇപ്പൊ എല്ലാ ഭക്തജനങ്ങളോടും ഒന്നേ പറയാനുള്ളൂ, ആനയെ അലങ്കരിച്ച് തന്നെ ഉപയോഗിക്കണം അല്ലേ. തീർച്ചയായിട്ടും. ആനയെ കുളിച്ച് ശുദ്ധമായിട്ട് വേണം ഉപയോഗിക്കാൻ. കുളിപ്പിച്ച് ശുദ്ധമാക്കി അതിന് ശരിക്കും നല്ല അതിനാവശ്യത്തിനുള്ള വെള്ളവും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് അതിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് വേണം നമ്മളും സന്തോഷിക്കാൻ. അങ്ങ് ഈ എഴുന്നള്ളത്തിന് മുമ്പില് തീവെട്ടി പിടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ആനയിൽ നിന്നുള്ള അകലവും
തീവട്ടിയുടെ ഉയരവും അതെ, ശാസ്ത്രീയമായ ഒരു അടിത്തറയുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കാം. ഒരു പരിധിയിൽ കൂടുതൽ ആനയുടെ കണ്ണിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒരു പരിധിയിൽ കൂടുതൽ തീവട്ടി ഉയർത്താൻ പാടില്ല. നിശ്ചിത അകലം പാലിക്കണം തീവട്ടി. ആനയ്ക്ക് വ്യക്തമായി കാണാവുന്ന തരത്തിലായിരിക്കണം അർത്ഥം. ആനയുടെ 2 കണ്ണുകൊണ്ട് ആന നോക്കിയാൽ തീവട്ടി കാണാൻ കഴിയത്തക്ക രീതിയിൽ ഫ്രണ്ടിലായിരിക്കണം തീവട്ടി. ആനയോട് ഏറ്റവും അടുത്താവരുത്. ആനയ്ക്ക് തീയാണ് ഏറ്റവും ഭയമുള്ളത്. ആനയെ ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് തീവട്ടി പിടിക്കുന്ന ആളാണ്. തീവട്ടി എങ്ങനെ പിടിക്കുന്നു, വളരെ സ്പീഡിൽ തീവട്ടി ചരിച്ചാൽ ആന അപ്പൊ തന്നെ ആനയുടെ ശ്രദ്ധ മാറും. അപ്പൊ അതുകൊണ്ട് തീവട്ടിക്ക് എണ്ണയൊഴിക്കുന്ന സമയത്ത് തീവട്ടി ചരിക്കുമ്പോൾ പോലും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ സത്യത്തില് അങ്ങ് പറഞ്ഞു വന്ന ആനയുടെ മുന്നിലുള്ള തീവട്ടി എണ്ണ തീർന്നു എന്നുണ്ടെങ്കിൽ പകരം ഈ തീവട്ടി ആനയുടെ മുമ്പിൽ നിന്നും മാറ്റിയതിന് ശേഷം പകരം ഒരു തീവട്ടി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം അതിനെ ഉപയോഗിക്കണം മറ്റു രീതിയിൽ. ആനയുടെ ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് തീവട്ടി ചരിക്കുകയോ തീവട്ടി പെട്ടെന്ന് അനക്കുകയോ ചെയ്യരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. തീവട്ടി ഒരുപാട് ഉയരത്തിലും പിടിക്കരുത്. അപ്പൊ അങ്ങ് പറഞ്ഞതനുസരിച്ച് എത്ര ശ്രദ്ധയോടെയാണോ ക്ഷേത്രത്തില് ഉത്സവം നടത്തുമ്പോ പൂജാരിമാരും അതേപോലെ അവിടുത്തെ സേവകരും ഭരണക്കാരും ഈ ശ്രീകോവിലിനകത്ത് ഭഗവത് ചൈതന്യത്തിന് മുമ്പിൽ ഓരോ കാര്യങ്ങളും കലശക്കുടം പോലെ ചെയ്യുന്ന ആ കാര്യങ്ങൾ പോലെ തന്നെ പുറത്തേക്ക് ആ ചൈതന്യം വരുമ്പോ ആ ചൈതന്യത്തെ തലയിലേറ്റി നിർത്തുന്ന ആനയെയും ശ്രീകോവിലിനകത്തുള്ള ശ്രദ്ധ പോലെ തന്നെ എല്ലാ ആളുകളും അതിൽ കൂടുതൽ ശ്രീകോവിലിനകത്താകുമ്പോ പൂജാരികളും ആ അടുത്ത വൃന്ദങ്ങളുമാണ് മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. പുറത്തു വരുമ്പോൾ ഭക്തജനങ്ങൾ അടക്കമുള്ള മുഴുവൻ ആളുകളും അതീവ ശ്രദ്ധയോടെ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവാം. അത്രമാത്രം ശ്രദ്ധ വേണ്ടതാണ് ആനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലേ? തീർച്ചയായിട്ടും. ഈ തീവട്ടിയുടെ വ്യാസമുണ്ടല്ലോ, അത് ആനയുടെ 2 ദൃഷ്ടിക്കും കാണാൻ പാകത്തിനാണ് പിടിക്കേണ്ടത്. അകലം കൃത്യമായിരിക്കണം. തീവട്ടി പിടിക്കുന്നവൻ മുതൽ ആനയുടെ പുറത്തിരിക്കുന്ന ആളുകൾ തൊട്ട് ആനയെ കാണാനെത്തി നിൽക്കുന്ന എല്ലാവരും ആനയെ സന്തോഷിപ്പിക്കണം. നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്ന ഇടങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ മാറണം. അപ്പോഴാണ് ആനകൾക്കും ആനന്ദം ഉണ്ടാവുള്ളൂ. നമ്മൾ മാത്രം ആനന്ദിച്ചാൽ മതിയോ? എത്രമാത്രം ആനയെ സന്തോഷിപ്പിക്കുന്നു അത്രമാത്രം സന്തോഷമായിരിക്കും പൊതുവെ കിട്ടുന്നതല്ലേ? അതെ. ഇപ്പോ അവല്, മലര്, കൽക്കണ്ടം, മുന്തിരി, പഴങ്ങള്, അതുപോലെ തന്നെ കരിമ്പ് എല്ലാം നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുക്കിക്കൊണ്ട് വേണം ആനയെ പൂരപ്പറമ്പുകളിലേക്ക് ക്ഷണിച്ചു വരുത്താൻ. ആനയ്ക്ക് അന്നം കൊടുക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങള്. ആ ആനയ്ക്ക് അന്നദാനം നടത്തുന്ന ഇടങ്ങളായിരിക്കണം ക്ഷേത്രങ്ങള്. അതാണ് നമ്മൾ ആദ്യം മറന്നുപോയത്. ഇനി അത് എല്ലാവരും ഓർക്കണം. അപ്പോ നമുക്ക് ഓരോ ആനയെ കാണുമ്പോഴും ഗജരാജനാണോ ഗജശ്രേഷ്ഠനാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഈ വീഡിയോ സഹായിക്കട്ടെ. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്നാണ് എനിക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുമായി ഭക്തരുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദരണീയമായിട്ടുള്ള അല്ലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള അല്ലെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ഘടകമാണ് ആന എന്ന് പറയുന്നത്. ഈ ആനയെ കുറിച്ചും ആനയെ എങ്ങനെ കരുതണം, എങ്ങനെ ശ്രദ്ധിക്കണം, എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെയാണ് ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുപ്പിക്കേണ്ടത്, അതിൽ മുഴുവൻ ആളുകൾക്കുമുള്ള പങ്കെന്താണ് എന്നൊക്കെ അങ്ങ് വളരെ വിശദമായി ഇപ്പോ പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും ഇത് ഇവിടുത്തെ വിശ്വാസി സമൂഹം ഇത്തരത്തിൽ ശ്രദ്ധയോടുകൂടി ആന ഉപയോഗിച്ചാൽ ഇവിടെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നമ്മുടെ ആഘോഷങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് എന്റെ ഒരു അപേക്ഷ. ഏറ്റവും അടിയന്തരമായിട്ട് പ്രത്യേകിച്ച് ഉത്സവകാലമാണ്. ഈ ഉത്സവകാലം ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കാൻ കഴിയട്ടെ. അത് നമ്മുടെ ഉത്സവങ്ങളെയെല്ലാം വളരെയധികം ഉത്സാഹഭരിതമാക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇപ്പോൾ ഒരുപാട് സന്തോഷം. മോഹൻജി, നമസ്തേ. സന്തോഷം. നമസ്തേ.